ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും ഓർത്താൻ എല്ലാവരും തന്നെ സുഖമായിട്ടിരിക്കണമെന്നൊക്കെ വിചാരിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ഇട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തക്കാളി ചെടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ട് വളർന്നു വരാൻ, അതുപോലെ തന്നെ പൂക്കളും കായ്കളൊക്കെ തിങ്ങി നിറഞ്ഞുണ്ടാവാനൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സീറോ കോസ്റ്റിലായിട്ടുള്ള ഒരു വളമാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. അപ്പം ഇത് ഇട്ടെടുക്കുന്നതിലൂടെ നമ്മുടെ ചെടിയുടെ നൈട്രജൻ്റെയും അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെയും ഒക്കെ കുറവും, അതുപോലെ തന്നെ പൊട്ടാഷ്യത്തിൻ്റെ എല്ലാവിധ കുറവുകളും പരിഹരിച്ച് അതോടൊപ്പം തന്നെ മണ്ണിലുള്ള വായു സഞ്ചാരം കൂട്ടാനും ഒക്കെ തന്നെ നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന നല്ലൊരു വളമാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ മുട്ടത്തോടും അതോടൊപ്പം തന്നെ ഉള്ളിത്തൊലി കേട്ടോ. അപ്പോൾ ഈ മുട്ടത്തോട് പറ്റും എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് വെയിലത്ത് വെച്ചിട്ട് ഈ മുട്ടത്തോടും ഉള്ളിത്തൊലിയും കൂടി ഒന്ന് ഉണക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ഉണക്കിയിട്ടില്ല, അതിൻ്റെ ചെറിയൊരു പോരായ്മ എൻ്റെ ഇത് മിക്സിൽ കാണും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മളെ മിക്സർ ജാറിലേക്ക് ഇതുപോലെ മുട്ടത്തോട് പൊടിച്ചിട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ നമുക്കത് കിട്ടും കേട്ടോ. അതിൻ്റെ മുകളിൽ അല്പം ഉള്ളിത്തൊലി ഇട്ട് കൊടുക്കുക. വീണ്ടും നമ്മുടെ മുട്ടത്തൊലിയാണ് ഏറ്റവും മുകളിലായിട്ട് ഇടേണ്ടത്. ഇത് ഇങ്ങനെ ഇടാനുള്ള ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇത് നല്ല രീതിയിൽ തന്നെ പൊടിയായിട്ട് നമുക്ക് കിട്ടാനാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ 2-3 വട്ടം ഓഫാക്കി അങ്ങനെ വീണ്ടും അടിച്ചെടുക്കുക. പിന്നെ ഞാനിത് ഒരു കവർ വെച്ചിട്ടാണ് മൂടുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ ജാറിൻ്റെ അടപ്പിലൊന്നും ഈ ഒരു പൗഡർ വന്ന് തങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനത് അടിച്ച് ഏകദേശം ഒരു നല്ല രീതിയിലുള്ള ഒരു പൗഡറായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നാരുകളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇനി അല്പം ഇവിടെ കിച്ചൺ കമ്പോസ്റ്റും മണലും കൂട്ടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടി മിക്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്കാണ് ഞാൻ നമ്മുടെ ഈ ഒരു വളം ആഡ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് നമ്മുടെ ഏതൊരു ചെടിയിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് ചെടികൾ വളർന്നു വരികയും ചെയ്യും. അതുപോലെ തന്നെ പൂക്കളും കായ്കളൊക്കെ തിങ്ങി നിറഞ്ഞുണ്ടാവും കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ സീറോ കോസ്റ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആരും തന്നെ ഒരിക്കലും നമ്മുടെ കിച്ചണിലെ ഒരു വേസ്റ്റും തന്നെ പുറത്ത് കൊണ്ട് കളയാതെ ഈ രീതിയിലൊക്കെ കിച്ചൺ കമ്പോസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഇതുപോലുള്ള പൗഡറായിട്ടുള്ള വളങ്ങളായിട്ടൊക്കെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ ഈ ഒരു മണ്ണിൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് മണ്ണിൽ നിന്നാണ് കൂടുതലായിട്ട് ഈ നിമാവീര അങ്ങനെയുള്ള കീടബാധകളൊക്കെ തന്നെ കയറി വരിക. അപ്പം അതൊക്കെ ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ മണ്ണ് അവോയ്ഡ് ചെയ്തിട്ട് അധികമായിട്ട് ഈ മണലും എൻസാൻഡും നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു പൊട്ടി മിക്സ് വെച്ചിട്ട് നമുക്ക് വിത്ത് പാകി കിളിപ്പിച്ചെടുക്കാനും നല്ല രീതിയിൽ ഇത് പ്രയോജനപ്പെടുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ ഈ ഒരു ചെടികളിലൊക്കെ തന്നെ ഇത് ഇട്ട് കൊടുക്കുക. ഇത് വളം കൂടുതലായതുകൊണ്ടോ അതല്ലെങ്കിൽ കുറഞ്ഞു പോയോണ്ടോ ഒന്നും നമ്മുടെ ചെടികൾക്ക് യാതൊരു ദോഷവും വരാൻ പോകുന്നില്ല. അപ്പോൾ അതെല്ലാവർക്കും തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്. തീർച്ചയായിട്ടും സക്സസ് ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെടിയുടെ ഓരോ വളർച്ചാ ഘട്ടത്തിലും ഒരു 10 ദിവസം ഇടവിട്ട് നമുക്ക് എല്ലാ ചെടികൾക്കും, അത് നമ്മുടെ പൂച്ചെടിയാവട്ടെ പച്ചക്കറി ചെടികളാവട്ടെ ഇങ്ങനെയുള്ള എല്ലാ ചെടികൾക്കും നമുക്ക് ഈ ഒരു വളം ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് എല്ലാ ചെടികൾക്കും ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു മണ്ണോ മണലോ അതല്ലെങ്കിൽ കരിയിലൊക്കെ ഇട്ട് വെച്ചിട്ട് നമ്മളെ ചെടി നല്ല രീതിയിൽ മൂടി സംരക്ഷിക്കുക. ഈ ഒരു ചെടി ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് കൂടുതലായിട്ടും കരിയിലാണ് അടിഭാഗത്തായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ മണലും വളങ്ങളും ചേർത്തിട്ടുള്ള അല്പം പോട്ടി മിക്സിൽ ചേർത്തിട്ടാണ് ഞാനിവിടെ ഈ ഒരു തക്കാളി ചെടികളെല്ലാം തന്നെ നട്ടു കൊടുത്തിട്ടുള്ളത്. ഏകദേശം 2 ആഴ്ചയും കൂടി ആകുമ്പോഴത്തേനും നമ്മുടെ ഈ തക്കാളി ചെടികളൊക്കെ തന്നെ പൂക്കൾ വരാനായിട്ട് തുടങ്ങും. ആ പൂക്കൾ വരുമ്പോൾ നമ്മുടെ ചെടികൾക്ക് നമ്മൾ ഒരിക്കലും വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങളല്ല ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള വളങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെടിക്ക് പൂക്കളാവുന്ന സമയത്ത് നമുക്ക് വീണ്ടും ആ വളങ്ങളൊക്കെ തന്നെ ഇട്ട് കൊടുക്കുന്ന വീഡിയോ ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓൾ ബട്ടൺ എനേബിൾ ചെയ്യുക. ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യട്ടോ. പിന്നെ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ തക്കാളി, പഴുത്ത തക്കാളിയിൽ നിന്നുള്ള അരി പാകിയിട്ട് ഞാൻ ഇതുപോലെ നമ്മുടെ ഗ്രോ ബാഗിൽ തന്നെ അരി പാകിയിട്ട് ഇതുപോലെ കിളിപ്പിച്ചെടുക്കാറാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നമ്മുടെ നട്ടു വളർത്തുന്ന ചെടികളിൽ തൈകൾ മുളപ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ മിക്ക ചെടികളും ഇതുപോലെ തന്നെയാണ് നട്ടുപിടിപ്പിക്കാറുള്ളത്. അപ്പോൾ ഇത് എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അല്പം നമ്മുടെ പോട്ടി മിക്സ്, നമ്മുടെ കുമ്മായി മിക്സ് ചെയ്തിട്ടുള്ള അല്പം മണ്ണും മണലും കൂടിയിട്ടുള്ള ഒരു പോട്ടി മിക്സ് ഈ ഒരു ഇട്ട് കൊടുത്ത നമ്മുടെ മുട്ടത്തോടും ഉള്ളിത്തൊലിയും കൂട്ടിയിട്ടുള്ള ഈ ഒരു വളത്തിൻ്റെ മുകളിലായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്ത് എന്നിട്ട് അതൊന്ന് അല്പം നനച്ചും കൂടി കൊടുക്കുക കേട്ടോ.
പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് ഏറ്റവും കൂടുതൽ ഒരു 8 മണിക്കൂറെങ്കിലും സൺലൈറ്റ് കിട്ടുന്ന ഒരു ഭാഗത്ത് നമ്മൾ ചെടിയെ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.